ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള 3ാമത്തെ ലെസൺ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമിയാണ്. പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലത്തെക്കുറിച്ചാണ് നമുക്കിനി നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഓരോ പ്രദേശത്തിൻ്റെയും കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസൃതമായിട്ടാണ് അവിടെയുള്ള നൈസർഗിക സസ്യജാലങ്ങൾ രൂപം കൊള്ളുന്നത്. അങ്ങനെ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തുള്ള നൈസർഗിക സസ്യജാലങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, ദക്ഷിണ പർവ്വത വനങ്ങൾ. ഈ 3 വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളാണ് കാണപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വ്യാപകമായ സ്വാഭാവിക വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. 70 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ സസ്യജാലങ്ങൾ വളരുന്നത്. 70 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ വളരുന്നത്. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഇതിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒന്നാമത്തേതാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ അല്ലെങ്കിൽ മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ്, ആർദ്ര ഇലപൊഴിയും കാടുകൾ. രണ്ടാമത്തേത് വരണ്ട ഇലപൊഴിയും കാടുകൾ അല്ലെങ്കിൽ ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ്, വരണ്ട ഇലപൊഴിയും കാടുകൾ. 100 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. 100 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. പൊതുവെ ഇവ കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചരിവുകളിലാണ്. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചരിവുകളിൽ പൊതുവെ കാണാറുണ്ട്. ഇത് കൂടാതെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും അതുപോലെ ഛോട്ടാ നാഗ്പൂരിലും ഇത്തരം സസ്യജാലങ്ങൾ കണ്ടുവരുന്നു. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും ഛോട്ടാ നാഗ്പൂർ പ്രദേശത്തും ഈ സസ്യജാലങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഈ വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് തേക്ക്, സാൽ, ശിഷം, മൗവ, ചന്ദനം. തേക്ക്, സാൽ, ശിഷം, മൗവ, ചന്ദനം തുടങ്ങിയവയാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾക്ക് ഉദാഹരണം. 100 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചെരുവുകളിലാണ് പൊതുവെ കാണപ്പെടുന്നതെങ്കിലും മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും ഛോട്ടാ നാഗ്പൂരിലും ഈ സസ്യജാലങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇതിനുദാഹരണമാണ് തേക്ക്, സാൽ, ശിഷം, മൗവ, ചന്ദനം. അടുത്തത് 70 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ. 70 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. മഴ തീരെ കുറഞ്ഞ മേഖലകളാണെങ്കിൽ ഇതിനു പകരമായി മുൾക്കാടുകളും കുറ്റിച്ചെടികളുമാണ് കാണപ്പെടുന്നത്. മഴ തീരെ കുറഞ്ഞ മേഖലകളോട് അടുക്കും തോറും മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കുമാണ് ഇത് വഴിമാറുന്നത്. വരൾച്ച കാലം എത്തുന്നതോടുകൂടി ഈ സസ്യങ്ങൾ പൂർണ്ണമായും ഇല പൊഴിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായി ഈ പ്രദേശം മാറുന്നുണ്ട്. വരണ്ട ഇലപൊഴിയും കാടുകളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങളാണ് തേക്ക്, റോസ്വുഡ്, ആക്സിൽവുഡ്, മുളവർഗ്ഗങ്ങൾ. തേക്ക്, റോസ്വുഡ്, ആക്സിൽവുഡ്, മുളവർഗ്ഗങ്ങൾ തുടങ്ങിയവ വരണ്ട ഇലപൊഴിയും കാടുകൾക്ക് ഉദാഹരണമാണ്. ഒന്നുകൂടെ നോക്കാം. 70 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. അതേസമയം മഴ തീരെ കുറഞ്ഞ മേഖലകളോടടുക്കുമ്പോൾ ഇത് മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കും വഴിമാറുന്നു. വരൾച്ച കാലം എത്തുന്നതോടുകൂടി ഈ സസ്യങ്ങളെല്ലാം പൂർണ്ണമായും ഇല പൊഴിക്കുകയും ആ സമയത്ത് വനങ്ങൾ ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായി മാറുന്നു. ഇനി വരണ്ട ഇലപൊഴിയും കാടുകളിൽ കാണപ്പെടുന്ന സസ്യങ്ങളാണ് തേക്ക്, റോസ്വുഡ്, ആക്സിൽവുഡ്, മുളവർഗ്ഗങ്ങൾ. അടുത്തത് ഉഷ്ണമേഖല മുൾക്കാടുകളാണ്. 75 സെൻറ്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ മുൾക്കാടുകൾ കാണപ്പെടുന്നത്. 75 സെൻറ്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്നതും ഉയർന്ന താപനിലയുള്ളതുമായ പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ പൊതുവെ കാണപ്പെടുന്നത്. ഇവിടെ അങ്ങിങ്ങായി ഉയരം കുറഞ്ഞ മരങ്ങളാണ് കാണപ്പെടുന്നത്. അവിടെയായിട്ട് ഉയരം കുറഞ്ഞ മരങ്ങൾ കാണപ്പെടുന്നു. ഇവിടെ കാണപ്പെടുന്ന പ്രധാന സസ്യങ്ങളാണ് അക്കേഷ്യ, യൂഫോർബിയ, ഈന്തപ്പന, ചിലയിനം
പുൽവർഗ്ഗങ്ങൾ. ഉഷ്ണമേഖലാ മുൾക്കാടുകളിൽ അങ്ങിങ്ങായി ഉയരം കുറഞ്ഞ മരങ്ങളാണ് കാണപ്പെടുന്നത്. അതിനുദാഹരണമാണ് അക്കേഷ്യ, യൂഫോർബിയ, ഈന്തപ്പന, ചിലയിനം പുൽവർഗ്ഗങ്ങൾ. അക്കേഷ്യ, യൂഫോർബിയ, ഈന്തപ്പന, ചിലയിനം പുൽവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സസ്യങ്ങൾ. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി മഹാരാഷ്ട്ര, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അർദ്ധ മരുഭൂമി പ്രദേശങ്ങളിൽ ഇവ കാണപ്പെടുന്നുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കായി മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളുടെ അർദ്ധ മരുപ്രദേശങ്ങളിൽ ഇവ കാണപ്പെടുന്നു. അതുകൂടാതെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലും ഈ സസ്യജാലങ്ങൾ കാണപ്പെടുന്നുണ്ട്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത് ഉഷ്ണമേഖല മുൾക്കാടുകളാണ്. അടുത്തത് ദക്ഷിണ പർവ്വത വനങ്ങൾ. പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായിട്ടുള്ള പശ്ചിമഘട്ടം, വിന്ധ്യാനിരകൾ, നീലഗിരി കുന്നുകൾ ഇവിടെ കാണപ്പെടുന്ന സസ്യജാലങ്ങളെയാണ് പൊതുവെ ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന് പറയുന്നത്. പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായിട്ടുള്ള പശ്ചിമഘട്ടം, വിന്ധ്യാനിരകൾ, നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളെ പൊതുവെ ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടങ്ങളിൽ 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള സ്ഥലങ്ങളാണെങ്കിൽ 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ മിതോഷ്ണ സസ്യജാലങ്ങളാണ് കാണപ്പെടുന്നത്. മിതോഷ്ണ സസ്യജാലങ്ങൾ കാണപ്പെടുന്നു. താഴേക്ക് വരുന്ന സമയത്ത് ഉപോഷ്ണ സസ്യജാലങ്ങളാണ് കാണപ്പെടുന്നത്. 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ മിതോഷ്ണ സസ്യജാലങ്ങളും താഴേക്ക് വരുമ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളുമാണ് കാണപ്പെടുന്നത്. നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങളെയാണ് ചോലവനങ്ങൾ അല്ലെങ്കിൽ ഷോല ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങളെ വിളിക്കുന്ന പേരാണ് ചോലവനങ്ങൾ അല്ലെങ്കിൽ ഷോല ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങളാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ കൂടുതലും തനതിടത്ത് രൂപപ്പെട്ടതാണ്. അതായത് ഇൻസിതു സോയിൽസ് ആണ്. അതാത് സ്ഥലത്ത് തന്നെ രൂപപ്പെട്ട മണ്ണിനങ്ങളാണ് കാണപ്പെടുന്നത്. ഇവിടെ കാണപ്പെടുന്ന മണ്ണിനങ്ങളെ കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ് എന്നിങ്ങനെ തരംതിരിക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളാണ് കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്. ഇനി എന്താണ് തനതിട മണ്ണിനങ്ങളും വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. തനതിട മണ്ണിനങ്ങളാണ് ഇൻസിതു സോയിൽ എന്ന് പറയുന്നത്. വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങളാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽ. ഓരോ പ്രദേശത്തുമുള്ള ശിലകളിൽ നിന്നും രൂപപ്പെട്ട് അതാതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളെയാണ് തനതിട മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. ഓരോ പ്രദേശത്തുമുള്ള ശിലകളിൽ നിന്ന് രൂപപ്പെട്ട് അതാതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളെയാണ് തനതിട മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. അതിനുദാഹരണമാണ് കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ. എന്നാൽ നദികളാലോ കാറ്റുകളിലൂടെയോ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ചു കാണുന്ന മണ്ണിനങ്ങളെ വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്നാണ് വിളിക്കുന്നത്. അതിനുദാഹരണമാണ് എക്കൽ മണ്ണ്. നദികളാലോ കാറ്റിലൂടെയോ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ചു കാണുന്ന മണ്ണിനങ്ങളെയാണ് വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയുന്നത്. അതിനുദാഹരണമാണ് എക്കൽ മണ്ണ്. ഇനി ഓരോ മണ്ണിനങ്ങളുടെയും പ്രത്യേകതകൾ നോക്കാം. ആദ്യത്തേതാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം അതിവിശാലമായിട്ടുള്ള ലാവാ പീഠഭൂമിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്ത് ബസാൾട്ട് ശിലകളാണ് കാണപ്പെടുന്നത് എന്നും പഠിച്ചതാണ്. ഈ ബസാൾട്ട് ലാവാ ശിലകൾക്ക് ഒരുപാട് കാലം അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണായി രൂപം കൊള്ളുന്നത്. ബസാൾട്ട് ലാവാ ശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ്. ഇത് പ്രധാനമായും കാണപ്പെടുന്നത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ്. ഇത് കൂടാതെ കർണാടകം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായി കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമാണ് കറുത്ത മണ്ണ് പ്രധാനമായും കാണപ്പെടുന്നതെങ്കിലും ഭാഗികമായി കാണപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് കർണാടകം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട്. കറുത്ത മണ്ണിനെ തന്നെയാണ് പരുത്തി മണ്ണ് എന്ന പേരിലും റിഗർ സോയിൽ എന്ന പേരിലും അറിയപ്പെടുന്നത്. രണ്ടാമത്തേതാണ് റെഡ് സോയിൽ അല്ലെങ്കിൽ ചെമ്മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രാചീനമായ
പരൽ രൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണ് ഉണ്ടാവുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽ രൂപത്തിലുള്ള കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണ് ഉണ്ടാകുന്നത്. ഇതിനെ നമ്മൾ ചെമ്മണ്ണ് എന്നാണ് പൊതുവെ വിളിക്കുന്നതെങ്കിലും പല സ്ഥലങ്ങളിലും ഇതിൻ്റെ നിറത്തിൽ വ്യത്യാസമുണ്ട്. തവിട്ട് നിറത്തിലും ചാര നിറത്തിലും കാണപ്പെടുന്നുണ്ട്. തവിട്ട്, ചാരം, ഇത് കൂടാതെ മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നുണ്ട്. തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിൽ ചെമ്മണ്ണ് കാണപ്പെടുന്നുണ്ട്. ഈ മണ്ണിൽ വലിയ തോതിൽ ഇരുമ്പ് അടങ്ങിയതുകൊണ്ടാണ് ഇത് ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽ രൂപമായിട്ടുള്ള കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണ് ഉണ്ടാവുന്നത്. ചെമ്മണ്ണ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ ഇത് തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഇരുമ്പിൻ്റെ സാന്നിധ്യം മൂലമാണ് ചുവപ്പ് നിറം ലഭിച്ചിട്ടുള്ളത്. അടുത്തത് ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. ഈ പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ്, മണ്ണിൽ അടങ്ങിയിട്ടുള്ള സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർന്നിറങ്ങൽ പ്രക്രിയ അല്ലെങ്കിൽ ഫിൽട്രേഷൻ അല്ലെങ്കിൽ ഊർന്നിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണ് ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊണ്ടിട്ടുള്ളത്. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലുള്ള സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർന്നിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി രൂപം കൊണ്ടിട്ടുള്ളതാണ് ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ് പ്രധാനമായും കാണപ്പെടുന്നത് പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. പീഠഭൂമി പ്രദേശത്താണെങ്കിൽ പശ്ചിമഘട്ടം, പൂർവഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പ്രധാനമായും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. ഈ മണ്ണ് പൊതുവെ ഫലപുഷ്ടി കുറഞ്ഞതാണ്. കൃഷിക്ക് യോഗ്യമല്ല എങ്കിലും വളപ്രയോഗത്തിലൂടെ നമുക്ക് തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്ക് വൻതോതിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ലാറ്ററൈറ്റ് മണ്ണ് കൃഷിക്ക് യോഗ്യമല്ലെങ്കിലും വളം പ്രയോഗിക്കുന്നതിലൂടെ നമുക്ക് തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അടുത്തത് പർവ്വത മണ്ണ് അല്ലെങ്കിൽ മൗണ്ടൻ സോയിൽ. ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവഘട്ട മലനിരകളിലാണ്. പശ്ചിമഘട്ട മലനിരകളിലും പൂർവഘട്ട മലനിരകളിലുമാണ് ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത്. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക്, പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖലാ പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് പർവ്വത മണ്ണ് അനുയോജ്യമാണ്. ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവഘട്ട മലനിരകളിലാണ്. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക്, പ്രത്യേകിച്ചും തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖലാ പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്കായിട്ട് പർവ്വത മണ്ണ് അനുയോജ്യമാണ്. നമ്മളിവിടെ പറഞ്ഞ 4 മണ്ണിനങ്ങളെ കൂടാതെ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസൃതമായിട്ട് വൈവിധ്യമാർന്ന പ്രാദേശിക മണ്ണിനങ്ങൾ കൂടെ കാണപ്പെടുന്നുണ്ട്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷിയെക്കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്